കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് ദാരുണ സംഭവം നടന്നത്. സംഭവത്തിൽ കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മലിനെയും സുഹൃത്തായ യുവ ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടിച്ചയുടൻ കാർ നിർത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അജ്മൽ കാർ മുന്നോട്ടെടുത്തു പോവുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5:45 സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ അജ്മൽ ഓടിച്ച കാർ ഇടിച്ച് വീഴ്ത്തിയതും വീണ് കിടന്നിരുന്ന സ്ത്രീയുടെ ശരീരത്തുകൂടി കാർ കയറ്റിയിറക്കിയതും. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ രാത്രിയോടെയാണ് മരിച്ചത്. ഇടിച്ചു വീഴ്ത്തിയ ശേഷം കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ അജ്മൽ കാർ കയറ്റിയിറക്കുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അജ്മലും സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ശ്രീകുട്ടിയുമാണ് കാറിലുണ്ടായിരുന്നത്. അജ്മലിൻ്റെ കാർ വന്നത് തെറ്റായ ദിശയിലൂടെയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിച്ചയുടൻ സ്കൂട്ടറിലുണ്ടായിരുന്നവർ റോഡിലേക്ക് തെറിച്ചു വീണു. ഫൗസിയ സൈഡിലേക്കും കുഞ്ഞുമോൾ റോഡിൻ്റെ നടുവിലേക്കുമാണ് വീണത്. വാഹനം നിർത്താൻ നാട്ടുകാർ അപ്പോഴേക്കും ആവശ്യപ്പെട്ടിരുന്നു. അജ്മൽ കേട്ടില്ലെന്നും കാർ പിന്നോട്ടെടുത്ത ശേഷം വീണ്ടും വേഗത്തിൽ മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇടിച്ചയുടൻ കാർ നിർത്തിയിരുന്നെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെടുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജ്മലിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീകുട്ടിയെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇടക്കുളങ്ങര സ്വദേശിയായ യുവതിയുടെ പേരിലുള്ളതാണ് കാർ. അജ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി. കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് കാർ മുന്നോട്ടെടുത്ത് പോയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ലഹരി വസ്തു വിറ്റതിന് അജ്മലിനെതിരെ നേരത്തെയും കേസുണ്ട്. മോഷണമടക്കം നിരവധി കേസുകളിലും പ്രതിയാണ് അജ്മൽ എന്നാണ് വിവരം. സംഭവത്തിൽ പ്രതി അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാക്കുറ്റം ചുമത്തി കേസെടുത്തു. ശ്രീകുട്ടിയെയും കേസിൽ പ്രതിയേർക്കുമെന്നാണ് വിവരം. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചാണ് ശ്രീകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്ന് ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.